ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീരംഗപട്ടണ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാ നമ്മൾ ശ്രീരംഗപട്ടണ ടൗണിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എഴുതിയിരിക്കുന്നത് തന്നെ വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ ഓഫ് ശ്രീരംഗപട്ടണ എന്നാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ ഒരു സ്ഥലത്തിന് ശ്രീരംഗപട്ടണ എന്ന പേര് വന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ശ്രീരംഗനാഥ സ്വാമി ടെമ്പിളിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഈ ഒരു പ്രദേശം മൈസൂർ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു. ഏകദേശം 548 വർഷത്തോളം മൈസൂർ കിങ്സ് ആണ് ഇവിടെ ഭരിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഒരു 36 വർഷം ഹൈദരാലി എന്ന് പറയുന്ന ഒരു ആളും അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനുമാണ് ഭരിച്ചിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു. അവരുമായുള്ള യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷം ബാക്ക് ടു മൈസൂർ കിങ്സിന് അധികാരം കൈവന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം, പിന്നെ അദ്ദേഹം പണിയിച്ച ജമാ മസ്ജിദ്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും കൂടുതൽ പോയില്ല. അപ്പോൾ ഞങ്ങൾ വന്നത് ഈ ഒരു അമ്പലത്തിലാണ്. ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ്. 894 CE ഈ ഒരു അമ്പലം പണി കഴിപ്പിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. വലിയ ഗോപുരവും ബാക്കിയുള്ള ആർക്കിടെക്ചറൽ വർക്ക് ആയിരുന്നാലും എല്ലാം നല്ല രസമാണ്. പഴയ കൽപ്പണികളൊക്കെയാണ്. ഈ അമ്പലത്തിന് ചുറ്റും നടന്നു കാണാനും ഭയങ്കര രസമാണ്. നല്ല നീറ്റാണ്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എന്താ പറയുക, അതിൻ്റെ അകത്ത് നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പം അകത്ത് കയറി ഞങ്ങൾ തൊഴുതു, നല്ലപോലെ തൊഴുതു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റിനും നടന്ന് കണ്ടു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഏകദേശം സന്ധ്യ ആവുന്നവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.